ഹായ് സ്വീറ്റ് ഫാമിലീസ്, എല്ലാവരും ഹാപ്പി അല്ലേ? ഞാൻ ലാസ്റ്റ് ഇട്ട സിനിമയുടെ ട്വിസ്റ്റ് കണ്ട് നിങ്ങൾ ഞെട്ടിയിട്ടുണ്ടാവും. ഫസ്റ്റ് ഭാഗത്തിൽ നിങ്ങൾ ഞെട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം കണ്ട് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഞെട്ടാം. സത്യത്തിൽ ഈ ഒരു സിനിമയിൽ പോസിറ്റീവായിട്ടുള്ളത് നമ്മളെ ടെൻഷനാക്കുന്ന പോലുള്ള ട്വിസ്റ്റ് ആൻഡ് ടേംസാണ്. അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം കാണാത്തവരാണ് നിങ്ങളൊക്കെ, അത് കണ്ട് ഞെട്ടിയിട്ട് ഇത് കാണാൻ ശ്രമിക്കും. ഞാനിട്ട ലാസ്റ്റ് വീഡിയോൻ്റെ മുന്നത്തെ വീഡിയോ ആണ്, അത് കണ്ട് ഇത് കാണുക. അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് കഥ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടിയിട്ടും ഹീറോയിൻ ചെയ്ത തെറ്റായ കാര്യവും അതുമൂലം ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളുമാണ് നമ്മൾ പാർട്ട് 1 കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഹീറോയിന് എന്തെല്ലാം ബുദ്ധിമുട്ട് അനുഭവിച്ചു. എന്നാൽ ഈ ഒരു പാർട്ടിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതിന് കാരണം എന്തെന്ന് നോക്കിയാൽ, വൺ ലൈന് പറയാതെ സിമ്പിളായിട്ട് നടക്കാൻ പോകുന്ന ഒരേ ഒരു വിഷയം പറയാം. അത് മാത്രം കേട്ടാൽ മതി നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണാൻ. കല്യാണം കഴിഞ്ഞിട്ട് ആവശ്യമില്ലാണ്ട് ഒരുത്തനെ വിശ്വസിച്ച് പാർട്ട് 1 അത്രത്തോളം വലിയ പ്രശ്നം വന്ന് ഇവരും കഷ്ടപ്പെട്ട് ഹീറോയും നഷ്ടപ്പെട്ടത്. അതുപോലെ വീണ്ടും ഒരു പുതിയ പയ്യൻ്റെ പിന്നാലെ പോയിട്ട് വീണ്ടും അതേ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ വീണ്ടും അതേ തെറ്റ് എന്തിനാണ് ആവർത്തിക്കുന്നതെന്ന് നിങ്ങൾ അറിയുമ്പോൾ വീണ്ടും നിങ്ങൾക്കൊരു ഞെട്ടൽ വരാം. അത്രത്തോളം പാർട്ട് 1 കമ്പയർ ചെയ്യുമ്പോൾ ഡബിൾ ട്വിസ്റ്റ് ആൻഡ് ടേംസ് ഉണ്ട്. അത് മാത്രമല്ലാണ്ട് അവസാന സെക്കൻഡിൽ പോലും ഒരു ട്വിസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വളവളാന്ന് സംസാരിക്കാതെ ഹാസൻ ദിൽറുബ പടത്തിൻ്റെ 2ാം ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. സോ വെൽക്കം ടു മൂവി ട്രോൾ 23. ഈ ഒരു ചാനലിൽ ട്രോളുണ്ട്, ഇതുപോലെ സിനിമകളുണ്ട്. ഇതുവരേക്കും നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യാത്തവർ, അന്യഭാഷ ക്രൈം ത്രില്ലർ ട്വിസ്റ്റഡ് സിനിമാ കഥകൾ മലയാളത്തിൽ കേൾക്കാൻ അടിച്ചു കയറി വാ. വരുമ്പോൾ ആ ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തോ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലൈക്ക് ആൻഡ് ഹൈപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണ പൊന്നുമക്കളെ. ഇപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ ആഗ്ര എന്ന സ്ഥലത്ത് വളരെ ശക്തമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു മഴയിൽ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഹീറോയിനായിട്ടുള്ള റാണി പോലീസ് സ്റ്റേഷനിൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ കൊല്ലാൻ നോക്കുന്നുണ്ട്, ആരെങ്കിലും എന്നെ രക്ഷിക്കൂ എന്ന് അപേക്ഷിക്കുമ്പോൾ തുടക്കം തന്നെ ഇങ്ങനെയാണല്ലോ എന്ന പോലെ പടം തുടങ്ങും. ഇപ്പോൾ അവിടെ കട്ട് ചെയ്താൽ 2 മാസത്തിന് മുന്നേ ടി വിയിൽ ഒരു ഫ്ലാഷ് ന്യൂസ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. യമുന നദിയിൽ ഏർപ്പെട്ട വെള്ളപ്പൊക്കം കൊണ്ട് ഡാം പൊട്ടിയിട്ട് അവിടെയുള്ള വലിയ വലിയ മുതലകളെല്ലാം ആഗ്ര പകുതിക്കുള്ളിലേക്ക് വന്നിട്ടുണ്ട് എന്നൊരു ന്യൂസ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഹീറോയിൻ ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുമ്പോൾ കയ്യിൽ 2 വിഗ് വെച്ചിട്ടാണ് വരുന്നത്. പെട്ടെന്ന് ഇപ്പോൾ ഫോൺ വിളിച്ച് ഇറങ്ങി വരുമ്പോൾ അവിടെ അഭിമന്യു എന്ന പുതിയൊരു ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ഹീറോയിനെ നോക്കി വെള്ളമൊക്കെ ഇറക്കുന്നുണ്ട്. ഇവനാരെന്ന് നോക്കിയാൽ അടുത്തുള്ള ഹോസ്പിറ്റലിലെ കമ്പൗണ്ടറാണ്. ഈ ഒരു വീട്ടിലെ ഹൗസ് ഓണർക്ക് ഷുഗർ ചെക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. സത്യത്തിൽ ഇവൻ വന്നത് തന്നെ ഹീറോയിനെ സൈറ്റ് അടിക്കാനാണ്. ഒരുപാട് നാളായിട്ട് ഹീറോയിനെ വൺ സൈഡായിട്ട് ലവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പാവം പയ്യൻക്ക് ഹീറോയിൻ്റെ കഥ എന്താണെന്ന് അറിയില്ല. അതറിയാണ്ട് ഒരുപാട് നാളായിട്ട് അമാഞ്ചിയായിട്ട് ഇവൻ ഫോളോ ചെയ്യുന്നുണ്ട്. ധൃതിയിൽ ഫോൺ ചെയ്ത് വന്ന ഹീറോയിന് ടെൻഷനിൽ കയ്യിലുള്ള വിഗ് മിസ് ചെയ്തിട്ട് ഓട്ടോറിക്ഷയിൽ കയറി പോകുമ്പോൾ അത് കണ്ട അഭിമന്യു എന്താണ് ചെയ്യുന്നത് എന്നാൽ, കയ്യിൽ ആ ഒരു വിഗ് വെച്ചിട്ട് കിതച്ച് പിന്നാലെ ഓടി ഓട്ടോയുടെ പിന്നാലെ ഓടി വന്ന് ഹീറോയിന് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്ന് ഇവൻ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും ഒരുപാട് നാളായിട്ട് ഇവനെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവനിത് കയ്യിൽ പിടിച്ച് നിൽക്കുമ്പോൾ താങ്ക്സ് പറഞ്ഞ് ഹീറോയിന് ജോലി ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മഴ വരുന്നുണ്ട്. ആ ഒരു മഴയിൽ അഭിമന്യു നിൽക്കുന്നത് കണ്ട ഹീറോയിൻ അയ്യോ എനിക്ക് വേണ്ടി വന്നിട്ട് കുടുങ്ങിയാലോ എന്ന് വിചാരിച്ച് ഒരു കുട എടുത്ത് കൊടുക്കുമ്പോൾ ആ ഒരു സ്ഥലത്ത് അഭിമന്യു ഞാൻ ചുറ്റി വളച്ചൊന്നും ചോദിക്കുന്നില്ല, എൻ്റെ കൂടെ വരുന്ന ഫ്രൈഡേ സിനിമയ്ക്ക് വരുന്നൊരു കാര്യം ചോദിക്കുമ്പോൾ അവിടെ ഹീറോയിൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് നോക്കിയാൽ, അപ്പോൾ പെട്ടെന്ന് ഹീറോയിൻ്റെ മുഖത്തൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷൻ എന്തെന്ന് നോക്കിയാൽ ദൂരെ ഒരുത്തന് ക്യാപ്പിട്ട് കുട പിടിച്ച് നടന്നു വരുന്നുണ്ട്. അവനെ കണ്ടിട്ടാണ് ഹീറോയിൻ്റെ ആക്ടിവിറ്റി തന്നെ ഒരുമാതിരിയായിട്ട് മാറുന്നത്. അതിലാണെങ്കിൽ റൊമാൻറ്റിക് ആയിട്ട് എന്ന് പറയുന്നുണ്ട്. അത് അഭിമന്യു ഓക്കെയാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതാരാണെന്ന് നോക്കുമ്പോൾ ഈ ഒരു സ്ഥലത്ത് ചക്ക് എന്ന് ഒരു ഫ്ലാഷ് കട്ട് കാണിക്കുന്നുണ്ട്. അത് വേറെ ആരുമില്ല, ഋഷുവാണ്. കഴിഞ്ഞ പാർട്ടിൽ എന്താണ് നടന്നതെന്ന് കാണിക്കുന്നുണ്ട്. ഇവർക്ക് 2 പേർക്കും കല്യാണമായത്, ഇവർക്ക് 2 പേർക്കും സെറ്റ് ആവാത്തത്, അതുകൊണ്ട് ഹീറോയിൻ നീലിൻ്റെ കൂടെ അഫെയറിലായത്, അതിനുശേഷം അവരുടെ ജീവിതത്തിൽ നടന്ന ട്രാജഡി, ഇവർ നീലിനെ കൊന്നത്, ഹീറോയിന് വേണ്ടി ഹീറോ കൈ വെട്ടിയത്, മരിച്ചത് ഹീറോ ആണെന്ന് സെറ്റ് ചെയ്തത്, ആ ഒരു കേസിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എസ്കേപ്പ് ആയത്, ഇതെല്ലാം കാണിച്ച് അതിനുശേഷം എന്താണ് നടന്നതെന്നാൽ അതിനുശേഷം എന്തായെന്ന് കാണിക്കുന്നുണ്ട്. ഒരു കൈയില്ലാത്തതുകൊണ്ട് ഡമ്മി ആയിട്ടുള്ള കൈ സെറ്റ് ചെയ്യുന്നത് ഇവിടെ ആഗ്രയിൽ വന്ന് 2 ആളും സെറ്റിലായിട്ടുണ്ട്. പക്ഷേ പുറം ലോകത്തിൽ ഋഷി എന്ന ഒരാൾ ജീവനോടില്ല. സോ അതുകൊണ്ട് ഹീറോ ഒളിവിലും ഹീറോയിനാണെങ്കിൽ ഒരു ബ്യൂട്ടി പാർലർ വെച്ചിട്ട് അവിടെ ഹീറോ ചെറിയ വർക്ക് ചെയ്ത് 2 പേരും ക്യാഷ് ചേർത്ത് വെച്ച് 2 പേരും ഈ ഒരു നാട് വിട്ട് തായ്ലാൻഡിലേക്ക് പോയിട്ട് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ഒരു പക്കായിട്ടുള്ള പ്ലാനോടെ ആർക്കും കുറച്ചു പോലും സംശയം വരാത്ത പോലെ ഹീറോയിന് സമ്പാദിച്ച ക്യാഷ് എല്ലാം ഒരു ബ്രൗസിംഗ് സെൻറ്റർ പോലെ അവിടെ വെക്കുന്നുണ്ട്. അത് ഹീറോ എടുത്തിട്ട് പോകും. മോസ്റ്റ് ഓഫ് ദ ടൈം അടുത്തടുത്താണ് ഉണ്ടാകുക. ഇവരുടെ മനസ്സിൽ ഫുള്ളായിട്ട് പ്രേമം നിറഞ്ഞ തുളുമ്പായിരിക്കും. പക്ഷേ ആരും അറിയാണ്ടിരിക്കാൻ സ്ട്രേഞ്ചർ പോലെയൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണിക്കുന്നത്. 2 ആളുടെയും കൈ ഉരസുന്ന പോലെ, അതിലൊരു കൈ ഡെമ്മിയാണ്. സോ ഇങ്ങനൊരു പ്ലാനോടെ ഹീറോയിനും ഈ ഒരു നാട്ടിൽ സെറ്റിലായിട്ടുണ്ട്. ഏകദേശം 5 വർഷമായിട്ടുണ്ട്. എന്നാൽ ഒരു തെറ്റും വരാണ്ട് ജീവിക്കുന്നുണ്ട്. ഇവിടെ ഹീറോ ആർക്കും കൂടുതലായിട്ട് എക്സ്പോസ് ആവാണ്ട് ചെറിയ വർക്ക് ചെയ്ത് ക്യാഷ് ചേർത്ത് വെച്ച് ഹീറോയിനും സമ്പാദിക്കുന്ന ക്യാഷ് എടുത്ത് ഒരു ട്രാവൽ ഏജൻസിക്ക് കൊടുത്തിട്ട് പുതിയ കള്ള പാസ്പോർട്ട് റെഡിയാക്കി ഈ ഒരു നാട് വിട്ട് എസ്കേപ്പായി പോകാൻ ഇവരുടെ അടുത്ത് ക്യാഷ് കൊടുക്കുന്നുണ്ട്.
അവനും പറയുന്നുണ്ട് 2 മാസം കൊണ്ട് നിങ്ങളെ തായ്ലാൻഡിലേക്ക് കൊണ്ടുപോകാം എന്ന് പ്രോമിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹീറോയിനെ കൊണ്ട് നല്ലൊരു ജീവിതം ജീവിക്കാൻ പറ്റും. പക്ഷേ ഹീറോ മരിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെയാണല്ലോ ഇപ്പോൾ എല്ലാവരും കരുതുന്നത്. സോ അതുകൊണ്ട് മറഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോയിൻക്ക് അഭിമന്യു ഒരു പ്രോബ്ലം ആയ പോലെ ഹീറോക്കും പൂനം എന്ന് പറയുന്ന ഒരു പെണ്ണ് പ്രോബ്ലമാണ്. അവരൊരു ഹാൻഡിക്യാപ്ഡാണ്. അവർ ഹീറോയുടെ മേലെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഹീറോ വലിയ റിയാക്ഷൻ കൊടുക്കാണ്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഇടയ്ക്കിടെ ഹീറോയും താജ്മഹലിനടുത്ത് ഇവർ മീറ്റ് ചെയ്യും. പക്ഷേ ദൂരെ ഇരുന്ന് ഹെഡ്സെറ്റ് വെച്ച് സംസാരിക്കും. ഇവർക്കുള്ളിൽ ഒരു ഒളിവും മറയും ഒന്നും ഉണ്ടാവില്ല. ആ ഒരു അഭിമന്യു ഹീറോയിൻ്റെ പിന്നിൽ നടക്കുന്നത് ഹീറോക്കും അറിയും, ഹീറോയുടെ പിന്നിൽ ആ ഒരു പെണ്ണ് നടക്കുന്നത് ഹീറോയിനും അറിയും. ഇങ്ങനെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പെട്ടെന്ന് നല്ലൊരു ജീവിതം തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പ്ലാനിങ്ങിൽ ഇവർ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇതറിയാണ്ട് ഹീറോയിനെ ഒരു അമാഞ്ചിയാണ്, ഇതിനേക്കാളും വലിയ അമാഞ്ചിയാണ് അഭിമന്യു. ഹീറോയിനാണെങ്കിൽ അറിയാണ്ട് വരാമെന്ന് പറഞ്ഞും ചെയ്ത് പക്കായിട്ട് റെഡിയായിട്ട് അഭിമന്യു എന്താണ് ചെയ്യുന്നത് എന്നാൽ ഒരു തിയേറ്ററിലുള്ള എല്ലാ ടിക്കറ്റും വാങ്ങി കയ്യിൽ വെച്ചിട്ട് പ്രൂവായിട്ട് നിൽക്കുന്നുണ്ട്. അതാണെങ്കിൽ ഹീറോയിന് ഓർമ്മയില്ല. ഹീറോയിനാണെങ്കിൽ ഹീറോയെ വീട്ടിൽ വിളിച്ച് റൊമാൻറ്റിക്കായിട്ട് ഇവർ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അവിടെ ചാറി പെയ്യുന്ന മഴയിൽ രാത്രി മുഴുവൻ കാത്തിരുന്നിട്ട് ഹൗസ് ഓണറിനെ കാണാൻ വരുന്ന പോലെ വന്ന് നിൽക്കുമ്പോൾ അവനെ കാണുമ്പോഴാണ് ഹീറോയിന് ഓർമ്മ വരുന്നത്, അയ്യോ ഇവൻ്റെ കൂടെ സിനിമ കാണുന്നത് പോകാൻ പറഞ്ഞിരുന്നല്ലോ. അത് വിചാരിച്ചിട്ട് സോയ പറഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് മറന്നു പോയെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ അല്ലെങ്കിൽ പിന്നീട് പോവാം, കാത്തിരിക്കുന്നതൊന്നും എനിക്ക് വലിയ പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ ഇവൻ എൻ്റെ അവസ്ഥ അറിയാണ്ട് പൊട്ടനെ പോലെ എൻ്റെ പിന്നാലെ വരുന്നതെന്ന് വിചാരിച്ച് ഇപ്പോൾ അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിനും പതിവ് പോലെ മീറ്റ് ചെയ്യുന്ന സ്ഥലം മാർക്കറ്റ് പോലെ ഉണ്ട്. ഒരേ കടയിൽ നിന്നിട്ട് ഇവർ വേറെ ആരോടോ സംസാരിക്കുന്ന പോലെ രണ്ടുപേരും മാറി സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഒരുത്തൻ ഓടി വന്ന് ഹീറോയിൻ്റെ ബാഗ് തട്ടിപ്പറിച്ച് ഓടുന്നുണ്ട്. ഇത് കണ്ട ഹീറോ അവൻ്റെ പിന്നാലെ ഓടുന്നുണ്ട്, അതിന് പിന്നാലെ ഹീറോയിനും ഓടുന്നുണ്ട്. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ ഹീറോയിനും ആരെയോ കണ്ട് വല്ലാണ്ട് ഭയന്ന് ഹീറോയിന് തിരിയുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ വേറെ സൈഡിലേക്ക് തല തെറിച്ച് ഓടുന്നുണ്ട്. അതാരാണെന്ന് നോക്കിയാൽ കഴിഞ്ഞ പാർട്ടിൽ വന്ന അതേ ഇൻസ്പെക്ടർ. 5 വർഷത്തിന് ശേഷം എല്ലാ പ്രശ്നങ്ങളും തീർന്ന് 2 മാസത്തിന് ശേഷം ഈ ഒരു നാട് വിട്ട് പോകാമെന്ന പക്കായിട്ടുള്ള പ്ലാനിങ്ങോടെ ഇവരിയ്ക്കുമ്പോൾ ഇൻസ്പെക്ടർ കുറുകെ ഒരു എൻട്രി കൊടുക്കുന്നുണ്ട്. ഇവരെ കണ്ട ഉടനെ രണ്ടുപേരും 2 വഴിക്ക് പോകുന്നുണ്ട്. പക്ഷേ കറക്റ്റായിട്ട് അഡ്രസ്സ് കണ്ടുപിടിച്ച് നമ്മുടെ ഹീറോയിൻ്റെ കഥക് തട്ടുമ്പോൾ അയ്യോ ഇൻസ്പെക്ടർ അപ്പോഴേക്കും കള്ളനെ കണ്ടുപിടിച്ച് എൻ്റെ ബാഗും കണ്ടുപിടിച്ച് എൻ്റെ വീട് അഡ്രസ്സും കണ്ടുപിടിച്ചു എന്ന് ഒന്നും അറിയാത്ത പോലെ ചോദിക്കുമ്പോൾ അയ്യോ റാണിജി നിങ്ങളോ, സത്യം എന്തെന്ന് പുറത്തേക്ക് വരാൻ വിധി നമ്മളെ സഹായിക്കുന്നുണ്ടോ? ഞാനും ആ ഒരു ദിനേശ് പണ്ഡിറ്റിൻ്റെ കഥ വായിച്ചു. അതിൽ ഹീറോയിനെ രക്ഷിക്കാൻ തൻ്റെ കൈ വെട്ടി തൻ്റെ വൈഫിനെ രക്ഷിച്ചിട്ടുണ്ട്. ആ ഒരു കേസിൽ നിന്ന് കഥ സൂപ്പറായിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടോ ആ ഒരു കഥ? എത്രയും പെട്ടെന്ന് ആ ഒരു കൈ പുറത്തു വരും. അപ്പോൾ എല്ലാ സത്യങ്ങളും പുറത്തു വരും എന്ന് എല്ലാ കാര്യങ്ങളും ഇവർക്ക് മനസ്സിലായെന്ന് പറയുമ്പോൾ ഹീറോയിൻ്റെ കണ്ണെല്ലാം പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ കട്ട് ചെയ്ത് അടുത്ത സീന് ഒരു തിയേറ്ററിൽ ഹീറോയിനും മീറ്റ് ചെയ്യുന്നുണ്ട്. ഹീറോയിനെ പറയുന്നുണ്ട് 5 വർഷത്തിന് ശേഷം ഇൻസ്പെക്ടർ പിന്നാലെ വന്നിട്ടുണ്ട്, എനിക്ക് പേടിയാകുന്നുണ്ട്. ഹീറോയിനെ പറയുമ്പോൾ ഒരു പേടിയും പേടിക്കണ്ട. ഹീറോ പറയുന്നുണ്ട് ഒരു പേടിയും പേടിക്കണ്ട, നമ്മളെ പിടിക്കാൻ അവരുടെ അടുത്ത് ഒരു എവിഡൻസും ഇല്ല, അതുകൊണ്ടാണ് 5 വർഷമായിട്ടും നമ്മളെ ഇപ്പോഴും പിടിക്കാത്തത്, അത് നമുക്ക് നോക്കാം, പക്ഷേ നീ പേടിക്കരുത്. തിയേറ്ററിൽ ഹീറോയിൻ ഒരു സ്ഥലത്തും ഹീറോ വേറെ സ്ഥലത്തും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നോക്കിയാൽ ഹീറോയെ കാണാണ്ടാവുന്നുണ്ട്. എന്താണെന്ന് നോക്കി തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആ ഒരു തിയേറ്ററിൽ ഹീറോയിനെ ഫോളോ ചെയ്തിട്ട് ആ ഒരു തിയേറ്ററിൽ ഇൻസ്പെക്ടർ ഇരിക്കുന്നുണ്ട്. അവരെ കണ്ടിട്ടാണ് ഹീറോ എസ്കേപ്പ് ആകുന്നത്. ഫോൺ ഇത് രണ്ടും പൊട്ടിക്കുന്നുണ്ട് ട്രാക്ക് ചെയ്യാണ്ടിരിക്കാൻ. അതിനുശേഷം ഹീറോയിനോടുള്ള കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഹീറോയിനും ഒരുമാതിരി ആകുന്നുണ്ട്, വെപ്രാളപ്പെടാൻ തുടങ്ങുന്നുണ്ട്. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, ഹീറോയുടെ അടുത്തുനിന്ന് ഒരു വിവരമില്ല. ഹീറോയിനെ നോക്കി നിൽക്കുന്നുണ്ട്, എപ്പോൾ വിളിക്കും എന്ന് വിചാരിച്ച്. നമ്മുടെ ആളാണെങ്കിൽ നല്ലോണം ക്ലിയറായിട്ട് പിടിക്കാണ്ടിരിക്കാൻ ഫോണെല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. എന്നാൽ 3 ദിവസത്തിന് ശേഷം ബുദ്ധിപരമായിട്ട് ദിനേശ് പണ്ഡിറ്റിൻ്റെ നോവലിലുള്ള ഒരു ലൈന് പതിവായി ഹീറോയിൻ്റെ വീടിന് മുന്നിൽ വരുന്ന ഒരു വേസ്റ്റ് വണ്ടി എഴുതി വെക്കുന്നുണ്ട്. അത് നമ്മുടെ ഹീറോയിനെ കാണുന്നുണ്ട്. ഹീറോയിനും അത് ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കിയിട്ട് ഉടനെ ഓടിപ്പോയിട്ട് ഒരു ബുക്ക് എടുത്ത് അതിലൊരു ചാപ്റ്റർ വായിക്കുമ്പോഴാണ് ഇവരുടെ എമർജൻസി പ്ലാൻ ഇവർക്ക് ഓർമ്മ വരുന്നത്. എന്തെന്നാൽ പബ്ലിക് ബൂത്തിൽ ഒരേ ടൈമിൽ വന്ന് സംസാരിക്കുന്നത്. സോ കറക്റ്റായിട്ട് ആ ഒരു സമയം പോയി ഹീറോയിന് കോൾ ചെയ്യുന്നുണ്ട്. ഹീറോ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്, ഭയന്ന് പോകുന്നുണ്ട്. പക്ഷേ ഹീറോ നമ്മൾ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിനക്ക് കോൾ ചെയ്യാത്തത്, സോ ഉറപ്പായിട്ടും നിൻ്റെ ഫോൺ ട്രാപ്പ് ചെയ്യുന്നുണ്ടാവും, ആർക്കറിയാം നാളെ ചിലപ്പോൾ നിന്നെ വിളിച്ച് അന്വേഷിക്കും, ദയവ് ചെയ്ത് ഭയം മാത്രം മുഖത്ത് കാണിക്കരുത്, ഭയപ്പെട്ടാൽ നമ്മൾ പിടിക്കപ്പെടും എന്ന് പറഞ്ഞ് തീരുന്നുണ്ട്. എന്നാൽ അടുത്ത ദിവസം തന്നെ ഹീറോ പറഞ്ഞ പോലെ ഹീറോയിനെ തൂക്കുന്നുണ്ട്. ഹീറോയിൻ്റെ ഫോൺ ഹിസ്റ്ററി എല്ലാം ട്രാക്ക് ചെയ്ത് കഴിഞ്ഞ ആഴ്ച വരെ വർമ്മ എന്ന നമ്പറിലേക്ക് ഒരുപാട് നേരം വിളിച്ച് സംസാരിച്ചിട്ടുണ്ടല്ലോ, എന്താണ് പെട്ടെന്ന് അവരോടുള്ള സംസാരം നിർത്തിയതെന്ന് ചോദിക്കുമ്പോൾ ശരി
വർമ്മ എന്ന ആളുടെ പേരിലാണ് ഹീറോ സംസാരിച്ചിട്ടുള്ളത്. എന്നാൽ പെട്ടെന്ന് ഹീറോയിന് രക്ഷപ്പെടാൻ പറയുന്നുണ്ട്. അവരെ കൂടെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു, അങ്ങനെ പോവുമായിരുന്നു. എന്നാൽ അവർക്ക് കല്യാണം കഴിഞ്ഞ ആഴ്ചയാണ് അറിയുന്നത്, അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തു എന്ന് ഹീറോയിന് സൈലൻ്റായിട്ട് സംസാരിച്ച് ദിനേശ് പണ്ഡിറ്റ് ആ ഒരു എഴുത്തുകാരനെ കുറിച്ച് ഒരു വിഷയം പറയുന്നുണ്ട്. 30 വർഷത്തിന് മുന്നേ ദിനേശ് പണ്ഡിറ്റിനെ ഇതുപോലെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്ന പോലെ ഇരുത്തി ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്, ഒരുമാതിരി മനപ്രയാസത്തിന് ആളാക്കിയിട്ടുണ്ട്. എന്നാൽ അതിനുശേഷമാണ് അവർ കഥ എഴുതാൻ തുടങ്ങിയത്. ആ കഥയെല്ലാം നോക്കുകയാണെങ്കിൽ ഒരു കഥയിൽ പോലും പോലീസ് ജയിച്ചതായിട്ട് അവർ പറഞ്ഞിട്ടില്ല. അവരെ എഴുത്തുകൊണ്ട് ഇപ്പോഴും പോലീസ് പ്രോബ്ലം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അവിടേക്ക് ഒരു പുതിയൊരു ക്യാരക്ടർ എൻട്രി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും നേരം ഹീറോയിന് പറഞ്ഞ കഥയെല്ലാം കേട്ട് നിങ്ങൾ പറഞ്ഞ ദിനേശ് പണ്ഡിറ്റ് പല വർഷങ്ങൾക്ക് മുന്നേ ചത്തുപോയിട്ടുണ്ട്, എന്നാൽ ഇപ്പോഴും അവരുടെ പേരിൽ കഥകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരാരെന്ന് നോക്കിയാൽ ഹീറോയുടെയും ഹീറോയിൻ്റെയും മിസ്റ്ററി ആയിട്ടുള്ള കേസ് റീഓപ്പൺ ചെയ്ത് അന്വേഷിക്കുന്നത് ഇവരാണ്. ഇതൊരു വലിയൊരു ഞെട്ടലായിട്ട് ഹീറോയിൻ ഇങ്ങനെ നിൽക്കുമ്പോൾ തലയിൽ ഇടി വീണ ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട്. ഇവർ ഈ ഒരു കേസ് അന്വേഷിക്കാൻ വന്ന ഇവർ വെറും ഉദ്യോഗസ്ഥനല്ല, മരിച്ചുപോയ ഹീറോയുടെ കസിൻ ഉണ്ടല്ലോ നീല്, അവൻ്റെ ഫാമിലിയാണ്. നീലിനെ ചെറുപ്പത്തിൽ നോക്കിയത് ഇവരാണ്. ഇപ്പം നീലാണ് മരിച്ചത്, അതിൻ്റെ പ്രൂഫ് ഇവരുടെ അടുത്തില്ല. എന്നാൽ അതിന് പിന്നിലുള്ള മർമ്മത്തെ കണ്ടുപിടിക്കാനാണ് ഇവർ വന്നിട്ടുള്ളത്. ഇവരുടെ പേര് മോണ്ടു ചാച്ച എന്നാണ്. ഇവരുടെ ആദ്യത്തെ ചോദ്യം ഇപ്പോൾ ഹീറോയിനെ നോക്കി ചോദിക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ വർമ്മ, അവൻ ഇടയ്ക്കിടെ ഒരു ട്രാവൽ ഏജൻസിയിൽ ഫോൺ ചെയ്ത് സംസാരിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിന് വെപ്രാളപ്പെട്ട് നോക്കുന്നുണ്ട്. ഇപ്പോൾ അവർ പറയുന്നുണ്ട്, ഈ ഒരു ഋഷിപ്പ ഉണ്ടല്ലോ, അതായത് ഹീറോ, അവന് അരട്രൗസർ കാലത്തിൽ നിന്നെല്ലാം എനിക്കറിയാം. പുറത്തു നിന്ന് കാണാൻ നല്ലൊരു അമാഞ്ചി പോലെയാണ് ഉണ്ടാകുക, എന്നാൽ ഉള്ളിനുള്ളിൽ അവൻ എത്രത്തോളം വലിയ കേടിയാണ് എന്ന് എനിക്ക് മാത്രം അറിയൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിന് നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പറയുമ്പോൾ വെറുതെ അഭിനയിക്കല്ലേ, നീ എന്താണ് ഇപ്പോഴും കല്യാണം കഴിക്കാത്തത്? ഞാൻ പറയട്ടെ നിൻ്റെ ഹസ്ബൻഡ് ഇപ്പോഴും മരിച്ചിട്ടില്ല. കാരണം അവനും ഇതേ നാട്ടിലാണുള്ളത്. രണ്ടുപേരും ഇടയ്ക്കിടെ മറിഞ്ഞ് മീറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടൈം അവന് മീറ്റ് ചെയ്യുമ്പോൾ മോണ്ടു ചാച്ച വന്നിട്ടുണ്ട് നീലിന് വേണ്ടി എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വിരട്ടുന്നുണ്ട്. ഹീറോയിനും പേടിച്ച് അവിടുന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ അടുത്ത സീനിൽ മോണ്ടു ചാച്ച ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഹീറോ ഇത്രയും നാൾ സേവിങ്സ് ആക്കി വെച്ച ട്രാവൽ ഏജൻറ്റ് അയാളെ തൂക്കുന്നുണ്ട് ഫസ്റ്റ്. പിന്നീട് ഹീറോയിൻ്റെ വീടിന് ചുറ്റും പോലീസ് മഫ്റ്റിയിൽ വന്ന് നിൽക്കുന്നുണ്ട്. അതുപോലെ കറക്റ്റ് മണത്ത് കണ്ടുപിടിച്ച് ഹീറോ താമസിക്കുന്ന വീടുണ്ടല്ലോ, ആ ഒരു പൂനം എന്ന പെണ്ണുള്ള അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഹീറോയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു പെണ്ണാണെങ്കിൽ വലിയ കള്ളിയാണ്, അവളാണെങ്കിൽ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ഈ ഒരു ഫോട്ടോയിലുള്ള ആൾ തേടി പോലീസ് വന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയാം എന്ന് ഒരുമാതിരി വില്ലത്തരായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അതുകൊണ്ട് പറയുന്നില്ലേ എന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലീസിൻ്റെ അടുത്ത് പോയിട്ട് ഇല്ല സർ അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ ആകെപ്പെട്ട് ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നാൽ ആർക്കും അറിയാണ്ട് ഹീറോയിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഹീറോ പറയുന്നുണ്ട്, മോണ്ടു ചാച്ചനെ കുറിച്ച് നിനക്കറിയില്ല, ഉറപ്പായിട്ടും പിടിക്കും, അതുകൊണ്ട് ഞാൻ പോയിട്ട് കീഴടങ്ങും. അതായത് ഹീറോയിന് ഒരു പ്രശ്നവും വരാണ്ട് ഹീറോ പോയിട്ട് കീഴടങ്ങും എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹീറോയിന് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. ഇതിനാണോ നമ്മൾ 5 വർഷം കഷ്ടപ്പെട്ടത്? ജവാൽപൂരിൽ നീ ഇവിടെ വന്ന് കഷ്ടപ്പെട്ടത് അടുത്തുണ്ടായിട്ടും ഒന്നാവാൻ പറ്റാണ്ട് നമ്മൾ രണ്ടാളും ഒരുമിച്ച് ജീവിക്കാനല്ലേ ഇത്രയും കഷ്ടപ്പെട്ടത്, എന്നിട്ടിപ്പോൾ ഇങ്ങനെ പറയാണോ എന്ന് പറഞ്ഞ് ഹീറോയിന് നല്ലോണം ചൂടാകുന്നുണ്ട്. ഉണ്ടാവും, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും, ആലോചിച്ചാൽ ഒരു വഴി ഉണ്ടാവും എന്ന് വിചാരിച്ച് ഇപ്പോൾ അങ്ങനെ ജനലിൻ്റെ അടുത്ത് വന്ന് ഹീറോയിനെ വന്ന് നോക്കുമ്പോൾ താഴെ നമ്മുടെ അഭിമന്യു നിൽക്കുന്നുണ്ട് ഹീറോയിനെ സൈറ്റ് അടിക്കാൻ. ഇപ്പോൾ അവനെ കണ്ട ഉടനെ എന്തോ ഒരു പ്ലാൻ ഹീറോയിന് ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ഹീറോയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, മോണ്ടു ചാച്ചയ്ക്ക് എന്തുകൊണ്ടാണ് സംശയിക്കുന്നത്? ഞാൻ 5 വർഷമായിട്ട് ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അവർ സംശയിക്കുന്നത്. അവരുടെ സംശയം മാറണമെങ്കിൽ ഞാൻ കല്യാണം കഴിക്കണം എന്ന് പറയുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ അടിപ്പാവി എന്ന് പറഞ്ഞ് നോക്കുന്നുണ്ട്. അടുത്ത സീന് നല്ലോണം മഴ പെയ്യുന്നുണ്ട്. അതിൽ നല്ലോണം റൊമാൻറ്റിക്കായിട്ട് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് അഭിമന്യുവിനെ മീറ്റ് ചെയ്ത് നമ്മൾ രണ്ടുപേരും കല്യാണം കഴിക്കല്ലേ എന്ന് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ അഭിമന്യു ഇതിനാണല്ലോ കാത്തിരുന്നത്. അടുത്ത സീന് ഹീറോയിനും മറിഞ്ഞ് മീറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത പ്ലാനിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ പോലീസിന് ഇവരുടെ മേലുള്ള സംശയം തീരും, കുറച്ച് ബ്രീത്തിങ് പീരീഡ് കിട്ടും, ആ ഒരു സമയം നോക്കി എസ്കേപ്പ് ആകാം. ഉറപ്പായിട്ടും ഇത് വെറുതെ ഒരു കല്യാണമാണ്, അവനെ എൻ്റെ അടുത്തേക്ക് ഞാൻ അടുപ്പിക്കില്ല എന്ന് എന്നെ വിശ്വസിക്കുക എന്ന് ഹീറോയിന് പറയുന്നുണ്ട്. ആദ്യം ഈ ഒരു കാര്യത്തോട് ഹീറോയ്ക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ ഇതല്ലാണ്ട് വേറെ വഴിയില്ല, മനസ്സോടെ ഹീറോ സമ്മതിക്കുന്നുണ്ട്. അടുത്തടുത്ത സീനുകളിൽ കല്യാണ കാഴ്ചകൾ കാണിക്കുന്നുണ്ട്. കല്യാണത്തിൽ ഉറപ്പായിട്ടും ഹീറോ വരും എന്ന് പറഞ്ഞ് മോണ്ടു ചാച്ച ഇൻസ്പെക്ടർ രണ്ടാളും കാത്തിരിക്കുന്നുണ്ട്. അത് വല്ലാത്തൊരു കാഴ്ചയാണ്. ഹസ്ബൻഡിൻ്റെ മുന്നിൽ വീണ്ടും കല്യാണം. എന്തെന്ന് നോക്കിയാൽ ബാൻഡ് വായിക്കുന്നവൻ്റെ ഗെറ്റപ്പിൽ ഹീറോ നോക്കുന്നുണ്ട്. ഹീറോയിനെ കരഞ്ഞുകൊണ്ട് ഹീറോയെ നോക്കുന്നുണ്ട്. കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ അന്ന് രാത്രി ഫസ്റ്റ് നൈറ്റ് ആണ്. പക്ഷേ ഹീറോയിൻ അവരെ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്യുന്നുണ്ട്. എനിക്ക് മനസ്സ് ശരിയല്ല എന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ ശരി വെള്ളമടിക്കാം എന്ന് പറഞ്ഞ് വെള്ളമടിക്കുമ്പോൾ ഹീറോയിന് ചോദിക്കുന്നുണ്ട്, ദിനേശ് പണ്ഡിറ്റിൻ്റെ നോവൽസ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദിനേശ് പണ്ഡിറ്റോ ആരാണ് അവർ എന്ന് ഇവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിന് പറയുന്നുണ്ട്,
ഇതുപോലെയാണ് എൻ്റെ ഹസ്ബൻഡും ചോദിച്ചത്. എന്നാൽ എനിക്ക് ആ ഒരു നോവൽ ഇഷ്ടമായതുകൊണ്ട് അവരും ആ ഒരു പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്നിങ്ങനെ കംപ്ലീറ്റ് ബോധമില്ലാണ്ട് ഹീറോയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എത്രത്തോളം ഹീറോയെ ലവ് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യും എന്നിങ്ങനെ പറയുമ്പോൾ എന്താണ് ഇപ്പോഴും അവരെ മറക്കാൻ കഴിയുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ മറക്കാൻ പറ്റും, അവരിവിടെ തന്നെ ഉണ്ട് എൻ്റെ മനസ്സിൽ എന്നൊക്കെ ഹീറോയിന് ഡയലോഗ് അടിക്കുമ്പോൾ ലവ് എന്നത് 2 പേർക്കുള്ളിലാണ് ഉണ്ടാവേണ്ടത്, അത് 3 പേരിലേക്ക് ആവരുത് എന്ന് പറഞ്ഞ് അഭിമന്യുവിൻ്റെ കഥ ചോദിക്കുമ്പോഴാണ് അവനൊരു പാവം ജന്മം. അവന് ചെറുതായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ അമ്മയും അച്ഛനും മരിച്ചു പോയിട്ടുണ്ട്. അതിനുശേഷം അവൻ്റെ ചിറ്റപ്പൻ്റെ ഫാമിലിയിലാണ് ജീവിച്ചിട്ടുള്ളത്. ഒരാപത്തിൽ അവരും മരിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം വീട്ടിൽ തനിയെ ജീവിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ തനിക്കെന്ന് പറയാൻ ആരുമില്ല, അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ വരെ പോയിട്ടുണ്ട്. അപ്പോഴാണ് ഇവൻ്റെ ക്ലിനിക്കിൽ ദേവത പോലെ ഹീറോയിന് പോയി നിന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ജീവിതം തന്നെ ഇവൻക്ക് കളർഫുള്ളായിട്ട് മാറിയിട്ടുള്ളത്. ഈ ഒരു ലോകം തന്നെ കളർഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഹസ്ബൻഡായിട്ട് അടുത്തിരിക്കുന്നുണ്ട്, ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം ഇവൻ പറഞ്ഞു തീരുമ്പോൾ ഇത് കേട്ട ഹീറോയിന് കുറ്റബോധം തോന്നുന്നുണ്ട്. എൻ്റെ സ്വന്തം കാര്യത്തിന് ഇങ്ങനെ ഒരാളെ പറ്റിച്ചല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ എന്നാലും ഇപ്പോൾ ആ ഒരു മോണ്ടു ചാച്ച അവരെ പറ്റിക്കണം, അവരെ സംശയം എല്ലാം മാറണം എന്ന് കരുതി അവർ ചെക്ക് ചെയ്യുമ്പോഴൊക്കെ ഹസ്ബൻഡ് വൈഫായിട്ട് ഇവർ ജീവിക്കുന്നുണ്ട്. ഹീറോയും പിസ്സ ഡെലിവർ ചെയ്യുന്ന പോലെ ഇടയ്ക്കിടെ വന്ന് കാണുന്നുണ്ട്. അഭിമന്യാണെങ്കിൽ പല ഫീലിങ്സിൽ ഹീറോയിൻ്റെ അടുത്തേക്ക് അടുക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിന് തള്ളി തള്ളി അവനെ വിട്ടുവിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നം ഹീറോയിന് മാത്രമുള്ളൂ എന്ന് നോക്കിയാൽ ഹീറോക്കും ഇതേ പ്രശ്നമുണ്ട്. ആ ഒരു പൂനം എന്ന പെണ്ണ് അവൾ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട്. അതായത് പോലീസിനോട് പറയാതെ മറച്ചല്ലോ, അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് എനിക്ക് കിസ്സ് വേണമെന്നൊക്കെ പറഞ്ഞ് കിസ്സൊക്കെ വാങ്ങുന്നുണ്ട്. സോ കുറച്ച് കാലം രക്ഷപ്പെടാൻ വേണ്ടി കിസ്സ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതാണെങ്കിൽ ഹീറോയിന് കാണുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ആ ഒരു പെണ്ണിനെ തള്ളി വിടുന്നുണ്ട്. ആ ഒരു പെണ്ണ് ചൂടായിട്ട് എന്തിനാണ് എന്നെ വിട്ടുവിട്ട് പോകുന്നത്, എനിക്ക് കാലില്ല, നിങ്ങൾക്ക് കയ്യുമില്ല, എനിക്കൊരു ലവർ ഉണ്ടായിരുന്നു, അവനോട് എനിക്ക് ഒടുക്കത്തെ പ്രേമായിരുന്നു, അവന് വേണ്ടിയിട്ട് മലയിൽ നിന്ന് ചാടി എൻ്റെ കാല് പോയി, അത്രത്തോളം വാശിക്കാരിയാണ് ഞാൻ, അത്ര പെട്ടെന്നൊന്നും നിന്നെ ഞാൻ വിടൂല എന്ന് ഇവൾ ഒരു സൈഡിൽ പറയുമ്പോൾ കട്ട് ചെയ്ത് കാണിച്ചാൽ മാർക്കറ്റിൽ ഈ ഒരു മാറ്ററിനെ കുറിച്ചാണ് ഇവർ 2 പേരും വാക്കുതർക്കം ഉണ്ടാകുന്നത്. ഹീറോയിൻ പറയുന്നുണ്ട്, ഞാൻ അഭിമന്യുവിനെ കല്യാണം കഴിച്ച് ഓരോ ദിവസവും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, നിങ്ങൾ കിസ് ചെയ്തുകൊണ്ടിരിക്കുക, എത്ര പ്രാവശ്യം പറഞ്ഞു ആ ഒരു പെണ്ണിനെ അവോയ്ഡ് ചെയ്യാൻ എന്ന് പറഞ്ഞ് ഹീറോയിന് ചൂടാകുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, ദയവ് ചെയ്ത് മനസ്സിലാക്കുക, പോലീസ് വന്നതിന് ശേഷം അവൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, ഇല്ലില്ല എനിക്ക് എന്തോ ഇത് വലിയ പ്രശ്നമായി തീരുമെന്ന് എനിക്ക് പേടിയാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഹീറോയിന് കരയുമ്പോൾ ഇപ്പോൾ അവിടെ ഹീറോ പറയുന്നുണ്ട്, നമ്മുടെ കാതലിന് വേണ്ടി കൈ വെട്ടിയവനാണ് ഞാൻ, വീണ്ടും നമുക്ക് വേണ്ടി കൈയല്ല തല വെട്ടാൻ പോലും എനിക്ക് പേടിയില്ല, ദയവ് ചെയ്ത് കുറച്ച് സമാധാനത്തോടിരിക്കുക എന്ന് പറഞ്ഞയക്കുമ്പോൾ അത് ഹീറോയിനെ കൊണ്ട് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല. രാത്രി അഭിമന്യു വരുന്നതിന് മുന്നേ കള്ള് കുടിച്ച് ബോധമൊക്കെ പോയിട്ട് ഇരിക്കുന്നുണ്ട്. അവിടെ വന്ന അഭിമന്യു എന്താണ് വരുന്നതിന് മുന്നേ ആരംഭിച്ചു എന്ന് ചോദിക്കുമ്പോൾ ബോധമില്ലാണ്ട് ഹീറോയോട് സംസാരിക്കുകയാണെന്ന് വിചാരിച്ച് ദയവ് ചെയ്ത് എന്നെ ഇവിടുന്ന് കൂട്ടിയിട്ട് പോകും, നമുക്ക് ഇവിടുന്ന് പോകാം, ഓടിപ്പോകാം, അങ്ങനെ ഓരോന്ന് ബോധമില്ലാണ്ട് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അഭിമന്യുക്ക് മനസ്സിലാകുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ഒന്നും ഓർമ്മയില്ലാണ്ട് ഹീറോയിന് വരുമ്പോൾ പെട്ടെന്ന് ഫോൺ കൊടുത്ത് നിങ്ങളുടെ ഹസ്ബൻഡിനെ കോൾ ചെയ്ത് വരാൻ പറ എന്ന് പറഞ്ഞ് ഒരു പാർക്കിൽ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. അഭിമന്യു പറയുന്നുണ്ട്, ഞാൻ ഹെൽപ്പ് ചെയ്യാം, നിങ്ങൾ ഈ ഒരു നാട്ടിൽ നിന്ന് പോകാൻ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനാ, ഞാൻ റാണിയെ അത്രത്തോളം ഇഷ്ടപ്പെട്ടു, അവൾ സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് മുഖ്യം, ലോകത്തിലെ ഏതെങ്കിലും ഒരു മൂലയിൽ അവൾ സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ ഞാനും ഹാപ്പിയാവും. പക്ഷേ ഒരു വിഷയം, ഇപ്പോൾ അല്ലെങ്കിലും അവരുടെ മനസ്സിൽ കുറച്ചെങ്കിലും സ്ഥലം പിന്നെ എപ്പോഴെങ്കിലും എനിക്ക് കിട്ടും എന്ന് പറയുമ്പോൾ ഹീറോ എന്തോന്നിത് ഇവൻ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് വിചാരിച്ച് ടൈറ്റായിട്ട് ഹീറോയിൻ്റെ കൈ പിടിച്ച് അത് ഈ ഒരു ജന്മത്തിൽ നടക്കൂല, കാരണം അവളുടെ മനസ്സ് ഫുള്ളായിട്ട് ഞാനാണ്, കാതലിന് വേണ്ടി കൈ വരെ വെട്ടിയവനാണ് ഞാൻ, നിങ്ങളിങ്ങനെ നടക്കാത്ത ആഗ്രഹം ഒന്നും ആഗ്രഹിക്കരുതെന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത സീനിൽ എന്താണ് കാണിക്കുന്നത് എന്നാൽ അഭിമന്യു അവൻ്റെ ക്ലിനിക്കിൽ ഒരു സ്ഥലം കൊടുക്കുന്നുണ്ട്, സേഫായിട്ടിരിക്കും, ഞാൻ ഫുഡ് എടുത്ത് വരാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഹീറോയിന് ചോദിക്കുന്നുണ്ട്, ഞാനും വരട്ടെ എന്ന്. അപ്പോൾ അഭിമന്യു പറയുന്നുണ്ട്, ഇല്ലില്ല നിങ്ങൾ വന്നാൽ കൊടുക്കും, ഇപ്പോൾ നിങ്ങൾ 2 പേരും തനിയെ നിൽക്കുന്നതാണ് കറക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് കേട്ട ഹീറോയിന് ഇവരെന്തിനാണ് നമുക്കിങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് വിചാരിച്ച് എല്ലാത്തിനും സോറി എന്ന് പറയുമ്പോൾ നീ ശരിക്കും എന്നോട് സോറി പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ പുറത്തേക്കൊന്ന് വരൂ എന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോയിനും ഓക്കെ പറയുന്നുണ്ട്. ഇതിനിടയിൽ ഹീറോ നിൽക്കുന്ന ക്ലിനിക്കിൻ്റെ കഥക് ആരോ തക്കുന്ന പോലുണ്ട്. അതാരാണെന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് മണത്ത് കണ്ടുപിടിച്ച് ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. ആ ഒരു പെണ്ണ് വന്നിട്ട് ഭയങ്കരമായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്, രക്ഷപ്പെട്ടോ, നിന്നെ പെട്ടെന്ന് ഞാൻ വിടുമോ, നീ എവിടെ പോയാലും നിന്നെ വിടൂല എന്ന് പറയുമ്പോൾ വേറൊരു വഴിയില്ലാണ്ട് അവളെ സമാധാനപ്പെടുത്താൻ ഒരു ഉമ്മ കൊടുത്ത് അയക്കുന്നുണ്ട്. അവൾ പോയി കുറച്ച് സമാധാനത്തിൽ കിടക്കാം എന്ന് വിചാരിച്ച് കിടക്കാൻ നോക്കുമ്പോൾ വീണ്ടും ആരോ കഥക് തട്ടുന്നുണ്ട്. അതാരാണെന്ന് നോക്കിയാൽ ഒരു പയ്യൻ. അവനാണെങ്കിൽ ഹീറോയെ ദേഷ്യത്തോടെ നോക്കുമ്പോൾ ഇവൻ ആരുടെ എന്ന മട്ടിൽ ഹീറോ നോക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് അഭിമന്യു ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവൻ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ മണം പിടിക്കുന്നുണ്ട്. മല്ലിപ്പൂ വാസന, എന്താണ് ബോസ് ഒരു പെണ്ണ് വന്നു പോയ പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ ഒരു പെണ്ണിനെ കുറിച്ച് ഹീറോ എല്ലാം പറയുന്നുണ്ട്. അത് കേട്ട അഭിമന്യു, നിങ്ങൾക്ക് എന്തുകൊണ്ട് പൂനത്തെ കല്യാണം കഴിച്ച് ഈ ഒരു നാട് വിട്ട് പോയിക്കൂടാ, അതിന് ഞാൻ ഹെൽപ്പ് ചെയ്യാലോ, ഞാനിവിടെ റാണിയെ നോക്കിയിട്ട് സെറ്റിൽ ആവാം എന്ന് പറയുമ്പോൾ ഹീറോക്ക് വരുന്നുണ്ട് ഒരു ദേഷ്യം. അവരങ്ങനെ ദേഷ്യത്തിൽ നോക്കുമ്പോൾ ജി വെറുതെ പറഞ്ഞതാണ് ജി അങ്ങനെ പറഞ്ഞുകൊണ്ട് തിരിയുമ്പോൾ അപ്പോൾ നോക്കുമ്പോൾ ക്ലിനിക്കിൽ വേറെ ആരോ വന്ന അടയാളം, മണ്ണ് കാണുന്നുണ്ട്, വേറെ ആരോ വന്ന പോലുണ്ടല്ലോ എന്ന് പറഞ്ഞ് മണ്ണെടുത്ത് ഇത് അടുത്തുള്ള കാട്ടിലുള്ള മണ്ണാണല്ലോ
അവിടെയുള്ള മണ്ണ് ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലെല്ലൻ വന്നിട്ട് പോയോ എന്ന് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കും. ഇപ്പോൾ ഇവിടെ ഒരു ഫ്ലാഷ് കട്ട് ചെയ്ത് നമ്മുടെ ഹീറോക്ക് ഫുഡ് കൊടുക്കാൻ വരുന്നതിന് മുന്നേ ഹീറോയിനെ പുറത്തേക്ക് കൊണ്ടുപോയില്ലേ? എവിടേക്കാണ് കൊണ്ടുപോയതെന്നറിയോ? താജ്മഹലിനടുത്തുള്ള നദിയിൽ ബോട്ടിങ് പോലെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. അവിടെ ഭയത്തോടെയാണ് ഹീറോയിൻ ഇരിക്കുന്നത്. കാരണം അവിടെ ഏർപ്പെട്ട വെള്ളപ്പൊക്കം കൊണ്ട് ഒരുപാട് മുതലകൾ വന്നിട്ടുണ്ട് എന്ന ന്യൂസ് കേട്ടിട്ടുണ്ടല്ലോ. ഹീറോയിൻ ആ ഒരു മുതലകൾ ഇവിടെ ഉണ്ടാവില്ലല്ലോ, അവിടെയുള്ള റെയിൽവേ ബ്രിഡ്ജിൽ അവിടെ അതിനെ തടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ എന്ന് ഹീറോയിന് ചോദിക്കുമ്പോൾ അതൊന്നും മുതലക്ക് വലിയ വിഷയമല്ല എന്ന് പറഞ്ഞിട്ട് അതുവിടെ വേറൊരു കാര്യം നിങ്ങളോട് പറയണം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കാര്യം പറയാൻ തുടങ്ങുമ്പോൾ അതേ വിഷയം ഹീറോയോടും പറയുന്നുണ്ട്. സ്പോണ്ടിനിയസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ കുറച്ച് മുന്നേ ലെല്ലൻ എന്ന് പറഞ്ഞ ഒരു പയ്യൻ വന്നിട്ടുണ്ടല്ലോ, കാട്ടിൽ നിന്ന് വന്നതാണെന്ന് അഭിമന്യു പറഞ്ഞിരുന്നില്ലേ? അതാരാണെന്ന് നോക്കിയാൽ ആ ഒരു കാട്ടിലുള്ള വിഷമുള്ള പാമ്പുകളെ ഇതിനു മുന്നേ അഭിമന്യുക്ക് കൊണ്ടുവന്ന് കൊടുത്ത ഒരാളാണ്. എന്തിനാണ് വിഷമുള്ള പാമ്പുകളെ എന്ന് നോക്കുമ്പോൾ ഇത്രയും നേരം അമാഞ്ചി പോലിരുന്ന അഭിമന്യു അന്യനായി മാറിയിട്ട് ഒരു ടിസ്റ്റ് കൊടുക്കുന്നുണ്ട് മക്കളെ. ഇവന് കാണാനാണ് സാധു. ഇവന് എന്താണ് ചെയ്തതെന്ന് നോക്കിയാൽ ചെറിയ പ്രായത്തിൽ ഇവൻ്റെ അച്ഛൻ്റെ ബിസിനസ് ഇവൻ്റെ ചിറ്റപ്പൻ കട്ടെടുത്തിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ട് ഇവൻ്റെ അച്ഛന് സങ്കടം സഹിക്കാനാവാതെ മരിച്ചു പോയിട്ടുണ്ട്. അവരോട് പ്രതികാരം ചെയ്യാൻ ആ ഒരു കുടുംബത്തിൻ്റെ കൂടെ ജീവിച്ചിട്ട് പാമ്പുകളെ പിടിച്ചിട്ട് വന്ന് ഫാമിലിയിലുള്ള എല്ലാവരെയും പാമ്പിനെ വെച്ച് കൊന്നിട്ടുണ്ട്. ഭയങ്കര സൈക്കോ ആണ് ഇവന്. ഇപ്പോൾ ഒരു കാര്യമാണ് ഈ ഒരു സൈഡിൽ ഹീറോയോടും പറയുന്നത്. രണ്ടുപേരും വെപ്രാളപ്പെട്ട് നോക്കുന്നുണ്ട്. നമ്മളെ ഒരു കേടി, ഇവനാര് സൈക്കോ കേടിയോ? ഇങ്ങനെ ഒരു സൈക്കോയുടെ അടുത്ത് നമ്മൾ പെട്ടോ? ഇവൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കി ഇവർ ഭയപ്പെടുന്നുണ്ട്. സോ ഹീറോയിന് മനസ്സിലാകുന്നുണ്ട് ഇവൻ വലിയ സൈക്കോ ആണ്, ഇവൻ എന്തോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു അടിപിടി ഉണ്ടാകുന്നുണ്ട്. അതിലാണെങ്കിൽ ഹീറോയെ കഴുത്ത് പിടിച്ച് തള്ളിയിട്ടിട്ട് നേരെ വന്ന് കഥ കിടക്കുന്നുണ്ട്. എന്നിട്ട് വീട്ടിലേക്ക് ഓടുന്നുണ്ട്. ഹീറോയും എങ്ങനെയോ രക്ഷപ്പെട്ട് വീട്ടിലേക്ക് ഓടുന്നുണ്ട്. അവിടെ വന്ന് നോക്കുമ്പോൾ ഹീറോയിനെ ലോക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു അഭിമന്യു. ഹീറോയോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യത്തിന് സത്യസന്ധമായിട്ട് ഉത്തരം പറ. നിങ്ങളുടെ ഹൃദയത്തിൽ എനിക്കൊരു ഇടുണ്ടോ? നിങ്ങളുടെ ലവ് എനിക്ക് കിട്ടുമായിരുന്നു എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ മേ ബി എന്നൊരു ആൻസർ പറയുന്നുണ്ട്. അതെന്താണ് അങ്ങനെ പറയുന്നത് എന്നാൽ എൻ്റെ ഈ ഒരു എൻ്റെ ഹസ്ബൻഡുള്ള ലോകത്ത് എൻ്റെ മുഴുവൻ ലവും അവർക്ക് മാത്രമാണ്. ഒരു പക്ഷേ അവരെ കാണാണ്ട് നിന്നെയാണ് ഫസ്റ്റ് കണ്ടിരുന്നതെങ്കിൽ നിനക്ക് മേ ബി ചാൻസ് ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കബോർഡ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഫുൾ ദിനേശ് പണ്ഡിറ്റിൻ്റെ പുസ്തകങ്ങൾ. ദിനേശ് പണ്ഡിറ്റ് ആരാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അറിയില്ലാന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ ഇവരും ദിനേശ് പണ്ഡിറ്റിൻ്റെ വലിയൊരു ഫാനാണ്. ഫസ്റ്റ് ഹീറോയിനെ ക്ലിനിക്കിൽ കാണുമ്പോൾ ഹീറോയിന് ദിനേശ് പണ്ഡിറ്റിൻ്റെ ബുക്ക് കയ്യിൽ വെച്ചിട്ടുണ്ടാവും. ആ ഒരു സമയം മുതൽ ഇവൻ ലവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവർ എൻ്റെ പോലെയാണ് എന്ന് വിചാരിച്ച് നമ്മൾ രണ്ടുപേരും അത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് അറിയോ? ഈ ഒരു ലോകത്ത് നമുക്ക് മാത്രമാണ് ഏട്ടുള്ളത്. സോ ദയവ് ചെയ്ത് നിൻ്റെ ഹസ്ബൻഡിനെ മറന്നോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടുത്തേക്ക് പതിയെ നടന്നു വരുമ്പോൾ ഹീറോയിന് പേടിച്ച് പിന്നിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് തലയിടിച്ച് വീണ് ഹീറോയിൻ്റെ ബോധം പോകുന്നുണ്ട്. അടുത്ത സീനിൽ മഴ നനഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി വന്ന് എന്നെ രക്ഷിക്കൂ എന്ന് പടത്തിൻ്റെ ഫസ്റ്റ് സീനിൽ കാണിച്ചല്ലോ. ഇപ്പോൾ നടന്ന എല്ലാ കാര്യങ്ങളും ചാച്ചയോട് ഹീറോയിന് പറയുന്നുണ്ട്. അവർ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തത്, എങ്ങനെയാണ് ഇവർ മറിഞ്ഞിരുന്നത്, അതിനുശേഷം പോലീസിൽ നിന്ന് രക്ഷപ്പെട്ടാൻ അഭിമന്യുവിനെ കല്യാണം കഴിച്ചത്. എന്നാൽ അതിനുശേഷമാണ് അവന് വലിയൊരു സൈക്കോ ആണ് ഒരു കുടുംബത്തിനെ കൊന്നിട്ട് ഇവിടെ വന്ന് ജീവിക്കുന്നത് എന്ന് ഇവർക്ക് മനസ്സിലായത്. ഇവരെ കൊല ചെയ്യാൻ വന്നത് വരേക്കുള്ള എല്ലാ സത്യങ്ങളും പറയുമ്പോൾ ഇതിനു വേണ്ടിയാണ് മോണ്ടി ചാച്ച കാത്തിരുന്നത്. ഉടനെ കോൾ ചെയ്ത് ആ ഒരു 2 കള്ളന്മാരെയും പിടിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് ഒരു ടീമിനെ അയച്ചു. എന്നാൽ അവിടെ പോയി നോക്കിയാൽ ആ ഒരു സൈക്കോയും ഇല്ല, ഹീറോയും ഇല്ല. എവിടേക്കാണ് അവർ പോയതെന്ന് അറിയാൻ അപ്പോഴാണ് ഇവർക്കൊരു ഇൻഫർമേഷൻ വരുന്നത്. പുഴയുടെ കരയിൽ 2 മൃതദേഹങ്ങൾ പൊങ്ങിക്കിടക്കുന്നുണ്ട്. ചിലപ്പോൾ ഇവർ 2 ആളും ആവോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു 2 ആളതിൽ ഒന്ന് ആ ഒരു പെണ്ണിൻ്റെയാണ്, ആ ഒരു പൂനം എന്ന് പറയുന്ന പെണ്ണിൻ്റെ, ഒന്ന് അഭിമന്യുൻ്റെയും. സോ ഉറപ്പായിട്ടും ഇത് ഹീറോ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. മുമ്പാണെങ്കിൽ കുഴപ്പമില്ല, ഒരു എവിഡൻസും ഇല്ലാണ്ട് സംശയത്തിൻ്റെ പേരിലാണ് ഹീറോയിനെ പിടിച്ചത്. പക്ഷേ ഇപ്പോൾ ഹീറോയിൻ കൊടുത്ത വാക്കുമൂലം കൊണ്ട് കൺഫേം ചെയ്ത് ഹീറോയിനെ നല്ലോണം അടിക്കുന്നുണ്ട്. ഓൾറെഡി ഒരു കൊല, ഇപ്പോൾ 2 കൊല ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു അവൻ എവിടെ ഉണ്ടെന്ന് ചോദിച്ച് ഒരുപാട് അടിക്കുന്നുണ്ട്. പക്ഷേ ഹീറോയിന് ഒന്നും പറയുന്നില്ല. കാരണം ഹീറോയിൻ അറിയില്ല. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മോണ്ടി ചാച്ച വേറൊരു ഐഡിയ ചെയ്യുന്നത്. അതെന്തെന്നാൽ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനൊരു പെണ്ണ് ഭയങ്കരമായിട്ട് ടോർച്ചർ അനുഭവിക്കുന്നുണ്ട് എന്ന് പത്രത്തിൽ കൊടുക്കാൻ പറയുന്നുണ്ട്. അതെന്തിനാണെന്നാൽ ഉറപ്പായിട്ടും ഈ ഒരു വാർത്ത ഹീറോ കാണും, ഉറപ്പായിട്ടും പുറത്തേക്ക് വരും എന്ന് പറഞ്ഞ് വാർത്തയിൽ കൊടുക്കുമ്പോൾ അവർ വിചാരിച്ച പോലെ ഈ ഒരു ന്യൂസ് ഹീറോ കാണുന്നുണ്ട്. ഹീറോയെ കൊണ്ട് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയുന്നേ ഇല്ല. ഉടനെ ഒരു സെൽഫി വീഡിയോ അയക്കുന്നുണ്ട്. ഞാൻ നേരിട്ട് വന്ന് സറണ്ടർ ആവാം, പക്ഷേ ഞാൻ സറണ്ടർ ആവണമെങ്കിൽ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് റാണിയെ കൂട്ടിയിട്ട് വരണം, നിങ്ങൾ ദൂരെ നിൽക്കണം. റാണിയെ, അതായത് ഹീറോയിനെ എൻ്റെ അടുത്തേക്ക് തനിയെ അയക്കണം എന്ന് പറഞ്ഞ് ഏത് സ്ഥലത്താണ് സെലക്ട് ചെയ്തതെന്ന് നോക്കിയാൽ ആ ഒരു നാട്ടിലുള്ള നദിയുടെ മേലുള്ള റെയിൽവേ ബ്രിഡ്ജ്, ഇന്ന് രാത്രി ഞാൻ അവിടേക്ക് വരാം എന്ന് പറയുമ്പോൾ അടുത്ത സീന് ആ ഒരു റെയിൽവേ ബ്രിഡ്ജിന് മേലെ പോലീസ് പക്കായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ മോണ്ടി ചാച്ച എന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്നാൽ ഈ ഒരു ബ്രിഡ്ജിൽ നിന്ന് 2 സൈഡിൽ നിന്നും അവനെ കൊണ്ട് എസ്കേപ്പ് ആകാൻ പറ്റാത്ത പോലെ പോലീസിനെ വെക്കണം. ഒരു പക്ഷേ അവർ വെള്ളത്തിലേക്ക് ചാടിയാൽ പോലും ഏകപ്പെട്ട മുതലുകൾ അതിലുണ്ട്, അവരെ കാര്യം തീരുമാനമാകും.
ഇപ്പോൾ അതിന് മുന്നേ പിടിക്കാമെന്ന് പ്ലാൻ ചെയ്ത് രാത്രിയുമാകുന്നുണ്ട്. ഒരു സൈഡിൽ പോലീസ് ടീം നിൽക്കുന്നുണ്ട്, വേറെ സൈഡിൽ ഹീറോ വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സ്വന്തം കൗത്തിൽ കത്തി വെച്ചിട്ട് ഹീറോയിനെ അയക്കാൻ പറയുന്നുണ്ട്. മോണ്ടു ചാച്ചക്കാണെങ്കിൽ ഹീറോയെ വേണം, കാരണം ഹീറോക്ക് ശിക്ഷ വാങ്ങി കൊടുക്കണം. സോ അതുകൊണ്ട് ഹീറോയിനെ വിടുന്നുണ്ട്. ഹീറോയിനും ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകാം, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുമ്പോൾ ഇപ്പോൾ ആ ഒരു ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിലും പോലീസ് ലോക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് രക്ഷപ്പെട്ട് നോക്ക് എന്ന ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് മോണ്ടു ചാച്ച നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ആ ഒരു പോലീസ് ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ മാത്രം ഭയങ്കര കോൺഫിഡൻസിൽ ഹീറോയിൻ ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവൻ ആരാണ് തനിയെ നടന്നു പോകുന്നത് എന്ന് വിചാരിച്ച് മോണ്ടു ചാച്ച നോക്കുമ്പോഴാണ് ഇവിടെ ഒരു ട്വിസ്റ്റ് വരുന്നത്. ചത്തുപോയെന്ന് വിചാരിച്ച അഭിമന്യു, ആ ഒരു സൈക്കോ അഭിമന്യു പോലീസ് ഗെറ്റപ്പിൽ വന്നിട്ട് നിന്നെ അത്ര പെട്ടെന്ന് വീഴുന്നു വിചാരിച്ചു, നിന്നെ ഞാൻ എത്രത്തോളം ലവ് ചെയ്യുന്നുണ്ടെന്നറിയോ, നിന്നെ ഞാൻ അത്ര പെട്ടെന്ന് വീടില്ലെന്ന് പറഞ്ഞ് ഇപ്പോൾ ഇവർക്ക് 3 പേർക്കും ആ ഒരു ബ്രിഡ്ജിന് മുകളിൽ നിന്ന് ഉന്തും തള്ളുണ്ടാക്കുമ്പോൾ ഹീറോയിനെ വീഴുന്നുണ്ട്. എന്നാൽ ഭാഗ്യത്തിന് ഹീറോ പിടിക്കുന്നുണ്ട്. എന്നാൽ പിന്നിൽ നിന്ന് അഭിമന്യു ഹീറോയെ തള്ളിയിടാൻ സ്ട്രഗിൾ ചെയ്യുമ്പോൾ 3 പേരും ആ ഒരു മുതലുകളുള്ള നദിയിലേക്ക് വീഴുന്നുണ്ട്. കട്ട് ചെയ്ത് അടുത്ത ദിവസം കാണിക്കുമ്പോൾ മോണ്ടു ചാച്ച വിചാരിച്ച ഒരു കാര്യവും നടന്നിട്ടില്ല, അവരുടെ ബോഡിയും കിട്ടിയിട്ടില്ല. ഉറപ്പായിട്ടും ആ ഒരു നദിയിൽ ഒരുപാട് മുതലുകളുണ്ട്. ഇപ്പോൾ പോലും ഒരു വലിയ മുതലിനെ പിടിച്ചിട്ടുണ്ട്. ഈ ഒരു മുതലുകളെ വെട്ടിച്ച് ഉറപ്പായിട്ടും അവർക്ക് രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ടാവില്ല. അവരെ 3 പേരുടെയും ബോഡി അവർക്ക് കിട്ടിയിട്ടില്ല. അവർക്ക് കിട്ടിയത് ഹീറോയുടെ വെപ്പുകൈ മാത്രമാണ്. ഒരു പക്ഷേ മുതലുകൾ അവരുടെ ബോഡി തിന്നിട്ടുണ്ടാവും എന്നൊരു കൺക്ലൂഷനിലേക്ക് വരുന്നുണ്ട്. ഒട്ടുമൊത്ത പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അതാണ് വിചാരിച്ചിട്ടുള്ളത്. എന്നാൽ മോണ്ടു ചാച്ച അടങ്ങിയിട്ടില്ല. അതിനുശേഷവും ഒരുപാട് റിസർച്ച് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ അടിസ്ഥാനത്തിൽ മോണിറ്റർ വെച്ച് പ്രസൻറ്റേഷൻ കൊടുക്കുന്നുണ്ട്. എന്തെന്ന് നോക്കിയാൽ ആ ഒരു അഭിമന്യു ഹീറോക്കും ഹീറോയിനും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് എല്ലാ കഥയും ഇവർ പറയാൻ തുടങ്ങുന്നുണ്ട്. ആ ഒരു സൈക്കോ അഭിമന്യുക്ക് ഹീറോയിനോട് വൺ സൈഡ് ലവാണ്, അവളെ എങ്ങനെയെങ്കിലും കിട്ടണമെന്ന് നോക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി അവന് ഒരു സൈഡിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഹീറോക്കും ഹീറോയിനും നല്ലതാണെന്ന് തോന്നിക്കുന്ന പോലുള്ള ഒരു പ്ലാൻ ചെയ്ത് അവൻ്റെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈക്കോ അഭിമന്യു ഒരു മോശമായിട്ടുള്ള ഒരു കൊലയാളി, ഉൾക്കാട്ടിൽ നിന്ന് ഒരു പയ്യൻ്റെ അടുത്ത് നിന്ന് വിഷപ്പാമ്പുകളെ വാങ്ങി ഒരു കുടുംബത്തെ കൊന്നവൻ. ആ ഒരു പയ്യന് അഭിമന്യുള്ള സ്ഥലം അറിയാം. അതിനുശേഷം ഹീറോ ഉള്ള സ്ഥലം ഹീറോയെ വൺ സൈഡായിട്ട് ലവ് ചെയ്യുന്ന പൂനത്തിനും അറിയാം. സോ ഇവരെ 2 പേരെ പറ്റിയും 2 പേർക്കും അറിഞ്ഞതുകൊണ്ട് അവരെ 2 പേരെയും കടത്തി അവരെ 2 പേരെയും തീ വെച്ച് കൊന്നിട്ടുണ്ട് ഈ ഒരു അഭിമന്യു. അതിനുശേഷം ഇവർക്ക് രക്ഷപ്പെടാൻ ഒരു പ്ലാൻ കൊടുത്ത് ആ ഒരു പ്ലാനിൽ വന്ന് ഹീറോയെ കൊല്ലണമെന്ന് ഭയങ്കരമായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ആ ഒരു പുഴയിൽ 3 പേരും വീണത്. ഇതാണ് നടന്നതെന്ന് ഇപ്പോൾ CCTV ഫുട്ടേജ് ഉൾപ്പെടെ കാണിക്കുന്നുണ്ട്. അന്ന് രാത്രി ഹീറോയിന് എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഓടി വരുന്നതിന് മുന്നേ ക്ലിനിക്കിന് പിറകിലുള്ള CCTV ഫുട്ടേജ്, ഹീറോ പോകുന്നത്, അതിനുശേഷം ആ ഒരു പെണ്ണ് പോകുന്നത്, ആ ഒരു പാമ്പ് കൊടുത്ത പയ്യൻ പോകുന്നത്, ഇങ്ങനെ എല്ലാ ഫുട്ടേജും വലിയ വലിയ റാങ്കിലുള്ള പോലീസുമാർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എല്ലാം ഓക്കെ, പക്ഷേ ആ ഒരു നദിയിൽ വീണവരുടെ ബോഡി കിട്ടിയിട്ടില്ല, കാരണം മുതല തിന്നിട്ടുണ്ട്. നീ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത് കറക്റ്റാണ്, അവർ മരിച്ചു പോയില്ല. ഒരു പക്ഷേ അവർ മരിച്ചിട്ടില്ലെങ്കിൽ അവരെവിടെ എന്ന് ഇവരെ നോക്കി ചോദിക്കുമ്പോൾ അതാണ് സർ എനിക്കറിയാത്തത് എന്ന് പറയുമ്പോൾ വീണ്ടും ആ ഒരു പോലീസ് പറയുന്നുണ്ട്, മീഡിയയുടെ അടുത്തേക്ക് ഈ ഒരു കേസ് പോയിട്ടുണ്ട്, നിൻ്റെ അടുത്ത് എവിഡൻസും ഇല്ല, അതുകൊണ്ട് ഇതിന് മേലെ പോകണ്ട, കേസ് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞ് ആ ഒരു പോലീസ് ഓഫീസർ പോകുന്നുണ്ട്. പക്ഷേ കിഷോർ ഇൻസ്പെക്ടർ മാത്രം, എനിക്കറിയാം നിങ്ങൾക്കും അറിയാം ഇവരിപ്പോഴും ജീവനോടുണ്ട് എന്നത്, പക്ഷേ പ്രൂഫ് ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, കേസ് ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് 5 വർഷം മുന്നേ നടന്നതാണ്. ഇപ്പോൾ ഈ ഒരു കേസ് ക്ലോസ് ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രേക്ഷകരായിട്ടുള്ള നമുക്കൊരു ചോദ്യം ഉണ്ടാവില്ല, ഇത്രയും പെട്ടെന്ന് എങ്ങനെ 3 പേര് മരിക്കുക എന്ന്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഇവിടെ കൊടുക്കുന്നുണ്ട് ഒരു ടിസ്റ്റ്. എന്തെന്ന് നോക്കിയാൽ ഒരു ചില മാസങ്ങൾ കഴിഞ്ഞ് ഹിമാചൽ പ്രദേശിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ ലിയോദാസ് പാർത്ഥിപനായിട്ട് ജീവിച്ചിരുന്ന പോലുള്ള വീട്. അവിടെ ഈ ഒരു അഭിമന്യു ആൻഡ് ഹീറോയിൻ 2 പേരും കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ട്. എന്താണ് നടക്കുന്നത് എന്ന് ഒരു പക്ഷേ ഇവർ 2 പേരും സ്കെച്ച് ചെയ്ത് ഹീറോയെ കൊന്നോ എന്ന് ചിന്തിക്കുമ്പോഴാണ് അന്ന് രാത്രി ഇവർ ആ ഒരു നദിയിൽ വീണ് എസ്കേപ്പ് ആകാൻ നോക്കും. നമ്മുടെ ഹീറോ മാത്രം മുതലയുടെ അടുത്ത് പെടുന്നുണ്ട്. ഇത് നമ്മുടെ ഹീറോയിൻ്റെ മുന്നിൽ നിന്നാണ് നടക്കുന്നത്. അലറി കരയുന്നുണ്ട് ഹീറോയിൻ. പക്ഷേ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഹീറോയിന് നൊന്ത് പോയിട്ടുണ്ട്. അതിനുശേഷം വേറെ ഒരു വഴിയില്ലാണ്ട് ഇവനെ കല്യാണം കഴിച്ചിട്ട്, അതായത് ഹീറോയിൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ഹസ്ബൻഡ് ഇല്ലാത്ത ലോകത്ത് നിനക്കൊരു സ്പേസ് ഉണ്ട് എന്നത്, അങ്ങനെ ഒരു സ്പേസ് ഇവന് കൊടുത്ത് ഇവൻ്റെ കൂടെ മനസ്സില്ലാ മനസ്സോടെ ജീവിക്കുന്നുണ്ട്. എന്നാലും ഹീറോയെ മറക്കാനേ കഴിയുന്നില്ല. നല്ലോണം കഷ്ടപ്പെട്ട് ഒരു സ്കൂൾ ടീച്ചറായിട്ട് ഒരു ജീവിതം ജീവിക്കുമ്പോഴാണ് ഇവിടെ ഒരു പുതിയ ടിസ്റ്റ് നമുക്ക് കാണിക്കുന്നുണ്ട്. നമ്മുടെ മോണ്ടു ചാച്ച ഉണ്ടല്ലോ, അവർ ഈ ഒരു കേസിൽ നിന്നൊക്കെ റിലീഫാകാൻ 2-3 മാസം ലീവ് എടുത്ത് സമാധാനത്തോടെ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ വീട്ടിലേക്ക് ഒരു ബുക്ക് കൊറിയർ വന്നെന്ന് ഇവരുടെ വൈഫ് പറയുന്നുണ്ട്. ഈ ഒരു ബുക്കിൽ മുതലയുടെ ചിത്രം ഉണ്ടെന്ന് പറയുമ്പോൾ ഉടനെ വെപ്രാളപ്പെട്ട് വാങ്ങി വായിക്കുന്നുണ്ട്. അതേസമയം ഹീറോയിൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി അവരുടെ നോട്ട്ബുക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു നോട്ടിൽ ദിനേശ് പണ്ഡിറ്റിൻ്റെ ബുക്കിലുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അടുത്ത ടിസ്റ്റ് സത്യത്തിൽ എന്താണ് നടന്നതെന്ന് റിവീൽ ആകുന്നുണ്ട്. ഇത് അത്രയും ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു മുതലുള്ള പുഴയിൽ ചാടുന്നതാണ് ഇവരുടെ പ്ലാൻ. കാരണം ഇവർക്ക് ആ ഒരു പുസ്തകത്തിൽ 2 ക്യാരക്ടർ പോലീസിൽ നിന്ന് എസ്കേപ്പ് ആവാൻ കരുതി കൂട്ടി പുഴയിൽ വീഴുന്നുണ്ട്. അപ്പോഴാണ് പോലീസിന് ബോഡി കിട്ടാണ്ടിരിക്കുകയും ആ ഒരു കേസ് ക്ലോസ് ചെയ്യുകയും ചെയ്യുക. അത് തന്നെയാണ് ഇവർ
പ്ലാൻ ചെയ്തത്. പക്ഷേ എങ്ങനെ ഒരു ബുദ്ധിപരമായിട്ടുള്ള പ്ലാൻ ഇവർ 2 ദിവസം ഇവരെന്താണ് ചെയ്തതെന്നാൽ വലിയ വലിയ മാംസ കഷ്ണങ്ങൾ മുതലകൾക്ക് തീറ്റ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയെന്ന് നോക്കിയാൽ കുറച്ച് കൊടുത്ത് മുതലുകളെ ട്രാക്ക് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഒരു മുതലുകൾ ഇവിടെയാണ് ഫുഡ് കിട്ടുക എന്ന തരത്തിൽ തള്ളി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോഴാണ് ചാടുമ്പോൾ ഇവർക്ക് രക്ഷപ്പെടാൻ ഈസി ആയിട്ട് രക്ഷപ്പെടാൻ പറ്റുക. എന്നാൽ ഇവരുടെ പ്ലാന് പോലെ 100% നടന്നിട്ടില്ല. കാരണം അത് മുതലാണ്, റിമോട്ടിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിൽ മുതലയുടെ അടുത്ത് ഹീറോ പെടുന്നുണ്ട്. അതോടെ ഹീറോ മരിക്കുന്നുണ്ട്. ഇവരിവിടെ സെറ്റിലാകുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കാര്യം മോണ്ട് ചാച്ചക്ക് മനസ്സിലാകുന്നുണ്ട്. അവരെവിടെയാണ് താമസിക്കുന്നതെന്നും മനസ്സിലാകുമ്പോൾ അവരൊരു സൈഡിൽ പുറപ്പെട്ടു വരും. ഹീറോയിനും ഒരു തുണ്ടിഷീറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു അഭിമന്യുക്കും ഒരു തുണ്ടിഷീറ്റ് വന്നിട്ടുണ്ട്. അതേ നാട്ടിലുള്ള ഒരു മലയുടെ എച്ച് പോയിന്റിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഇതെല്ലാം ചെയ്തതെന്ന് നോക്കിയാൽ ആ ഒരു എച്ച് പോയിന്റിൽ ഹീറോയിൻ നിൽക്കുന്നുണ്ട്. അവിടെ കണ്ട ഉടനെ അഭിമന്യു ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകരുത് വീയും എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അഭിമന്യു പേടിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ക്ലിയർ ആയിട്ട് അപ്പോൾ തന്നെ ഋഷി പറഞ്ഞതാണ്, അതായത് ഹീറോ നിന്നെ വിശ്വസിക്കരുതെന്ന് ഞാൻ കേട്ടില്ല. നമ്മൾ രക്ഷപ്പെടാൻ പ്ലാൻ ചെയ്തത് ഓക്കെയാണ്, പക്ഷേ എന്തിനാണ് ആ ഒരു പെണ്ണിനെയും ലല്ലനെയും നീ കൊന്നത്? അത് നമ്മുടെ പ്ലാനിൽ ഇല്ലല്ലോ എന്ന് ഹീറോയിൻ പറയുമ്പോൾ ഇപ്പോൾ ഇവന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അത് നിങ്ങളുടെ പ്ലാനിൽ ഇല്ല, പക്ഷേ എൻ്റെ പ്ലാനിൽ അതുണ്ടായിരുന്നു. കാരണം നമ്മൾ ആരാണെന്ന് മനസ്സിലായ ഒരു തെളിവുകളും ഒന്നും വിട്ടിട്ട് വരരുത്, അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. ഓ അങ്ങനെയാണോ? അപ്പോൾ ആ ഒരു പ്ലാനിൽ ഹീറോയെയും കൊല്ലണമെന്നുണ്ടായിരുന്നു എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോഴാണ് അവന് ഒരുമാതിരിയായിട്ട് നോക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്, ഈ ഒരു ലോകത്ത് ഞാൻ ലവ് ചെയ്ത ഒരേ ഒരാൾ നീയാണ്. നിൻ്റെ ഹൃദയത്തിലുള്ള സ്ഥലം അവിടെ വേറൊരുത്തനുള്ളത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് കറക്റ്റായിട്ട് മോണ്ട് ചാച്ച വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഹീറോയിൻ നടന്ന കാര്യങ്ങൾ ഫ്ലാഷ് ബാക്കിലേക്ക് പോയി ചിന്തിക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കിയാൽ അന്ന് രാത്രി ഹീറോയിൻ തലയിടിച്ച് ബോധം പോകുന്നുണ്ട്. അപ്പോൾ ഹീറോ അങ്ങോട്ട് വന്നിട്ടുണ്ടാവും, അഭിമന്യുവിനെ അടിക്കാൻ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ അവിടെ 3 പേരും സമാധാനത്തിലാകുന്നുണ്ട്. അപ്പോൾ അഭിമന്യു പറയുന്നുണ്ട്, ദിനേശ് പണ്ഡിറ്റിൻ്റെ ഒരു ബുക്കിൽ മുതലക്കണി എന്ന് പറയുന്ന ഒരു കഥ ഉണ്ടാവും. ആ ഒരു കഥയിലുള്ളതുപോലെ നമ്മുടെ നാട്ടിൽ മുതലുകളുണ്ട്. ഇപ്പോൾ ഇതുപോലെ നമുക്ക് രക്ഷപ്പെടാം എന്നൊരു ഐഡിയ കൊടുത്തിട്ടുണ്ടാവും. ഫസ്റ്റ് നമ്മുടെ ഹീറോ ഇതിന് സമ്മതിക്കേണ്ട, അവന് വേറെ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹീറോയിനോട് ഒരുപാട് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് വേറെ വഴിയില്ല, കുറച്ച് കരുതിയിരുന്നിട്ടാണെങ്കിലും നമുക്ക് എസ്കേപ്പ് ആകാം എന്ന് ഹീറോയിന് പറഞ്ഞിട്ടുണ്ടാവും. ഇവരുടെ പ്ലാൻ പോലെ മുതലുകളെ മാറ്റിവിട്ടിട്ട് നദിയിലേക്ക് ചാടിയിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആയിട്ട് ഒരു മുതല വന്നിട്ടുണ്ട്. ആ ഒരു മുതലയുടെ അടുത്താണ് ഹീറോ പെട്ടിട്ടുണ്ടാവും. ഇവനും ഹെൽപ്പ് ചെയ്യാൻ അടുത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ലാസ്റ്റ് മിനിറ്റിൽ എന്താണ് ചെയ്തതെന്നാൽ ഹീറോയുടെ വെപ്പ് കൈ എടുത്തിട്ട് പോയി ചാവട എന്ന് പറഞ്ഞ് ഹീറോയെ മുതലയുടെ മുന്നിലേക്ക് തള്ളിവിട്ടിട്ട് വന്നിട്ടുണ്ടാവും. ഹീറോ മരിച്ചിട്ടുണ്ടാവും. അതിനുശേഷം സന്തോഷത്തോടെ ജീവിക്കാമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈ ഒരു സത്യങ്ങളെല്ലാം ഹീറോയിനെ കണ്ടുപിടിക്കുന്നുണ്ട്. എല്ലാ സത്യങ്ങളും ഹീറോയിൻ കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പോൾ മോണ്ട് ചാച്ചയും വന്നിട്ടുണ്ട്, ഇവനെയും കണ്ടിട്ടുണ്ട്. ഇവൻ ചെയ്ത എല്ലാ കാര്യങ്ങളും എല്ലാം മോണ്ട് ചാച്ചയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് എല്ലാം നിൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത്, നിൻ്റെ സ്നേഹം കിട്ടാനാണ് ഏങ്ങി ഞാനിത് ചെയ്തത് എന്ന് അഭിമന്യു പറയുമ്പോൾ അറിയാണ്ട് ഒരു തെറ്റ് ചെയ്തടാ, ലവ് ആണെന്ന് വിചാരിച്ച് അതാണ് എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഒരു കാര്യം എനിക്കിപ്പോൾ മനസ്സിലായി, സ്നേഹം ഒരിക്കലും ഷെയർ ചെയ്യാൻ കഴിയില്ല, അത് അവസാനം വരെ ഒരാൾക്ക് മാത്രമുള്ളതാണ്. ഇത്രത്തോളം നീ പ്ലാൻ ചെയ്ത് എൻ്റെ ഹസ്ബൻഡിനെ കൊന്നില്ലേ, എനിക്ക് വേണ്ടിയല്ലേ, എൻ്റെ മനസ്സിലൊരു സ്പേസ് കിട്ടാനില്ലേ, അത് ഒരു മണ്ണും നിനക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പതിയെ ബാക്കിലേക്ക് പോയിട്ട് ആ ഒരു മലയിൽ നിന്ന് താഴേക്ക് ചാടുന്നുണ്ട്. ഈ ഒരു അഭിമന്യുക്ക് ഹീറോയിനെ കിട്ടാണ്ട് പോകുന്നുണ്ട്. അങ്ങനെ വെപ്രാളപ്പെട്ട് നിൽക്കുന്ന ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇവൻ ചെയ്ത എല്ലാ കൊലയും, ഫാമിലിയെ കൊന്നത് മുതൽ അവസാനം ആ ഒരു പെണ്ണിനെ കൊന്നത് വരെ എല്ലാം മനസ്സിലായി. ഇവനെ നാട്ടിലേക്ക് കൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇവന് പോലീസിനെ നോക്കി റാണിയുടെ ബോഡി കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ മോണ്ട് ചാച്ചി ഇല്ലെന്ന് പറയുന്നുണ്ട്. ആ ഒരു സ്ഥലത്ത് ഇവനൊരു ചിരിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ട്വിസ്റ്റ് കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് നോക്കിയാൽ നമ്മുടെ ഹീറോ മരിച്ചിട്ടുണ്ടാവില്ല. അത് ഓൾറെഡി നിങ്ങൾ ഗസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അന്ന് ശരി മുതൽ വന്നിട്ടുണ്ട്. ഇവന് കൈ പറിച്ചെടുത്ത് എസ്കേപ്പ് ആയിട്ടുണ്ടാവും. പക്ഷേ ഹീറോ മുതൽ വരുന്നതിന് മുന്നേ നീന്തി പോയി കൈ എടുത്തിട്ടുണ്ടാവും. എന്നിട്ട് മുതൽ കടിക്കാൻ തൊള്ള തുറക്കുമ്പോൾ ആ ഒരു വെപ്പ് കൈ ഉണ്ടല്ലോ, അത് ഭയങ്കര ഷാർപ്പാണ്, ഭയങ്കര സ്ട്രോങ് ആണ്. അതെടുത്ത് മുതലയുടെ തൊള്ളയിൽ കുത്തനെ നിർത്തിയിട്ടുണ്ടാവും. അതോടെ മുതലക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ മുതല ചത്തിട്ടുണ്ടാവും. അതിനുശേഷം ഇവർ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ഇവരെല്ലാവരും രക്ഷപ്പെട്ടു. പക്ഷേ അഭിമന്യു എത്രത്തോളം വലിയ ഫ്രോഡാണെന്ന് നോക്കിയാൽ ആദ്യം അവൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവന് പോലീസിൽ പെടുത്താൻ ആ ഒരു സമയം മുതൽ ഹീറോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതാണെങ്കിൽ ഹീറോയിനോട് പോലും പറഞ്ഞിട്ടില്ല. വളരെ സൈലൻ്റായിട്ട് സമയം നോക്കിയിട്ട് ഒരു നാൾ മോണ്ട് ചാച്ചയ്ക്ക് ബുക്ക് അയച്ചത്, ഹീറോയിൻക്ക് നോട്ട്സ് അയച്ചത്, ഇങ്ങനെ എല്ലാം ചെയ്തിട്ട് ഹീറോയിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലാനും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മാത്രം മരിച്ചെന്നും എത്തി തീർത്ത് നീ ജീവനോടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീണ്ടും പോലീസ് ശല്യം ചെയ്തത്. ഇപ്പോൾ നീയും മരിക്കാൻ പോവുകയാണ്, പുതിയ ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി മലയിൽ നിന്ന് വീഴുന്ന പോലെ ആക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയിനെ പോയി വീഴുന്നത് പുഴയിലാണ്. അവിടെ നിന്ന് നീന്തി കരക്ക് വന്ന ഹീറോയിനെ ഉത്സവ കോലത്തിൽ വന്ന് ഹീറോ കെട്ടിപ്പിടിക്കുന്നുണ്ട്. വീണ്ടും അവർ കല്യാണം കഴിക്കുന്നുണ്ട്. ഇതിന് ശേഷം ഇവർ സൂപ്പറായിട്ട് ജീവിതം തുടങ്ങാൻ പോവുകയാണ്. ഹാപ്പി എൻഡിൽ കഥ തീർന്നെന്ന് വിചാരിച്ചെങ്കിൽ വെയിറ്റ് ചെയ്യും. ഇനിയും ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്. ഇവിടെ കട്ട് ചെയ്ത് അഭിമന്യുവിനെ കാണിക്കുന്നുണ്ട്. അവനെ ഫ്ലൈറ്റിൽ കൂട്ടിയിട്ട് പോകുമ്പോൾ അപ്പോൾ അടുത്തുള്ള മോണ്ട് ചാച്ച എന്താണ് മോനെ ചെയ്യുക, ഇതെല്ലാം എൻ്റെ അച്ഛൻ എഴുതിയ പുസ്തകത്തിൽ നിന്നല്ലേ അവർ ചെയ്തത് എന്ന് പറയുമ്പോഴാണ് ഈ ഒരു ട്വിസ്റ്റ് ലിസ്റ്റിൽ നിന്നില്ലല്ലോ എന്നതുപോലെ ആകുന്നത്. ഈ ഒരു സിനിമകളുടെ ഫസ്റ്റ് ഭാഗം മുതൽ ഇതുവരെ ചെയ്ത എല്ലാ ക്രൈമിന് കാരണമായ ദിനേശ് പണ്ഡിറ്റ് അവർ വേറെ ആരുമില്ല, അത് അഭിമന്യുവിൻ്റെ അച്ഛനാണ്. ആ ഒരു സീനിൽ പറഞ്ഞിട്ടുണ്ടാവും അവർ മരിച്ചുപോയി ഒരുപാട് നാളായിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും അവരുടെ പുസ്തകങ്ങളെല്ലാം വരുന്നുണ്ട് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും.
ഈ മൂണ്ട് ചാച്ച അത് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇവനാണ്. ഇവൻ്റെ കഥ വെച്ച് ഇവൻക്ക് തന്നെ ടിസ്റ്റ് കൊടുത്തിട്ടാണ് ഇതാണ് ആപ്പ് എന്നതുപോലെ പോലീസ് ചിരിക്കുന്നുണ്ട്. ഇവൻ പോലീസിൽ പെട്ടിട്ടുണ്ട്. പല വർഷ പ്ലാനിങ്ങുകൾക്കപ്പുറം, പിരിയലുകൾക്കപ്പുറം ശരിക്കുള്ള ലവ്വോടെ ഹീറോയിനും ഒന്ന് ചേരുന്നുണ്ട്. എന്ത് വലിയ കപ്പിൾസാണല്ലേ, ക്രൈം കപ്പിൾസ്. ഇവിടെ ഈ ഒരു സിനിമ തീരുന്നുണ്ട്. അപ്പോൾ മക്കളെ, എങ്ങനെയുണ്ട് സിനിമ? നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മക്കളെ ലൈക്ക്, ഹൈപ്പ് ഇത് രണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത സിനിമയായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ. സുലാൻ.